ഇങ്ങനെ പറയുന്നു, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതും ഇല്ല. അല്ലെങ്കിൽ നമുക്കറിയാം ഈ വേദഭാഗം കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനമാണല്ലോ കൊരിന്ത്യ ലേഖനം. ഈ കൊരിന്ത്യ സഭ ഉള്ളത് കൊരിന്ത്യ പട്ടണം നമുക്കറിയാം ഒരു വ്യവസായ പട്ടണമാണ്. ഒരു വ്യവസായ പട്ടണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടാണ് കൊരിന്ത്യ പട്ടണത്തെ കാണുന്നത്. അവിടെ അനേകർ തങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. മറ്റു പട്ടണങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്നവരുണ്ട്. നമ്മളെപ്പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൂടിയവരാണ് അവിടെയുള്ള കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ കൊരിന്ത്യയിലുള്ള കൂടുതൽ ജനവിഭാഗവും അങ്ങനെയുള്ളവരാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, എന്താ പറയുക, ഏകാന്തത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെ പല നിലകളിലുള്ള ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത്യ പട്ടണം. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷകളെ ചെയ്ത് അവിടെ ദൈവസഭ സ്ഥാപിക്കുകയും അല്ലെങ്കിൽ അവനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനം ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കാരണം പലവിധമായ സംസാരങ്ങൾ അവിടെ ഉണ്ടായി. അതായത് സഭയുടെ വളർച്ചയെക്കുറിച്ചും സഭയുടെ വളർച്ചാ കുറവിനെ കുറിച്ചും അപ്പം തന്നെ പല പക്ഷത്തെക്കുറിച്ചും പലരുടെ പക്ഷക്കാർ, അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്നും കേഫാവിന്റെ പക്ഷക്കാരെന്നും അങ്ങനെ പലരുടെ പക്ഷം പിടിക്കുന്ന ഒരു കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല നിലകളിൽ ആ ദൈവസഭയ്ക്കകത്ത് സംസാരങ്ങൾ ഉള്ളപ്പോൾ, പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ഉള്ളപ്പോഴാണ് അതിനെയെല്ലാം നിർത്തിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഹല്ലേലൂയ, നടുന്നവനും നനയ്ക്കുന്നവനും ഹല്ലേലൂയ ഏതും ഇല്ല, വളരുമാറാക്കുന്ന ദൈവം അത്രേ സകലവും. അല്ലേ? അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം വായിക്കുവാനായിട്ട് ഇടയായത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമുക്കറിയാം, ഹല്ലേലൂയ, നടുന്നവൻ അവന്റെ വേല ചെയ്യുന്നു, നനയ്ക്കുന്നവൻ അവന്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താ? നടുക, വിത്ത് നടുക, അതിനാവശ്യമായ വളം ഇട്ട് കൊടുക്കുക, അതിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇതിനെ വളരണമെങ്കിൽ ഹല്ലേലൂയ ഇത് മാത്രം പോരാ. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്ന വെള്ളവും നമ്മൾ കൊടുക്കുന്ന വളവും നമ്മൾ നട്ടതുകൊണ്ട് ഇത് വളരണമെന്നില്ല. അത് വളരണമെങ്കിൽ ദൈവം തന്നെ എന്ത് ചെയ്യണം? അതിനെ വളർത്തുവാനായിട്ട് ഇടയായി തീരണം. ദൈവം തന്നെ വളർത്തിയെങ്കിൽ മാത്രമേ അതിനെന്തുള്ളൂ? ഒരു വളർച്ച ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനം, പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനേകരെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. അതിലൊരു ഉദാഹരണമാണ് ദാവീദിന്റെ ജീവിതം. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഹല്ലേലൂയ, 10-13 വർഷം വനാന്തരങ്ങളില് താന് എല്ലാവരാലും ഒറ്റപ്പെട്ടവനായിട്ട്, അല്ലേ, തന്റെ അപ്പൻ പോലും തന്നെ എന്ത് ചെയ്തു? മറന്നുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മക്കളെ എല്ലാം വിളിച്ച് സമൂഹത്തിൽ വന്ന് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഹല്ലേലൂയ തന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്തു? മുന്നിൽ നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്വന്തം അപ്പൻ പോലും മറന്നു പോകുന്ന അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്നാൽ അതുകൊണ്ട് ദാവീദിന്റെ ജീവിതം എന്ത് ചെയ്തില്ല? അവസാനിച്ചില്ല. വളർത്തുമെന്ന് പ്രതീക്ഷിച്ചവർ, അല്ലെങ്കിൽ കൈത്താങ്ങുമെന്ന് പ്രതീക്ഷിച്ചവർ, ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല എന്ന് പ്രതീക്ഷിച്ചവരാരും നമ്മൾ വിചാരിക്കുന്ന നിലകളിൽ നമ്മളെ സഹായിച്ചില്ല എങ്കിൽ പോലും, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മൾ വിചാരപ്പെടേണ്ടത് ആവശ്യമില്ല. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ എന്ത് ചെയ്യും? വളർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാ. ഹല്ലേലൂയ. അവനെ ആരും വളർത്തിയെന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. അവനെ വളർത്തിയതും അവനെ ഉയർത്തിയതും അവനെ ഉന്നതങ്ങളിൽ എത്തിച്ചതും ആരാ?
കർത്താവ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, അത് ദൈവിക ഉദ്ദേശമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തളർച്ചയുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു വളർച്ചയോ ഒരു ഉന്നമനമോ ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ടുന്ന കാര്യമില്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്യുക, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. നിന്നെ വളർത്തുകയും നിന്നെ ഉയർത്തുകയും ചെയ്യുന്നത് കർത്താവാണ് എന്ന് ഇന്ന് പോയിക്കാലം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മളൊക്കെ വിചാരിക്കും, ഹല്ലേലൂയ, നമ്മുടെ പഠിപ്പിനൊത്തവണ്ണമോ നമ്മുടെ അറിവിനൊത്തവണ്ണമോ നമ്മുടെ കഴിവിനൊത്തവണ്ണമോ ഒന്നും നമ്മൾ ആയിട്ടില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മുടെ ഒക്കെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു നിരാശ വരും. ഹല്ലേലൂയ. പല പ്രിയപ്പെട്ടവർക്കും ഉള്ളത്. ഹല്ലേലൂയ. എന്റെ ഒരു നിലവാരം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഞാൻ എൻ്റെ എന്ന് പറയുന്നത് പൊതുവെ, ഹല്ലേലൂയ, എൻ്റെ ഒരു നിലവാരം അനുസരിച്ച്, ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഒന്ന് നിന്നാൽ പോരാ. ഹല്ലേലൂയ. എനിക്ക് കുറച്ചും കൂടി ഒരു പ്രൗഢിയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഉന്നതമായ ഒരു നിലയിലേക്ക് ഞാൻ എത്തേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ എന്തായിരുന്നില്ല, ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ള നിരാശ പലപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കയറി വരുവാനായിട്ട് സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയർന്നു വന്നാൽ തന്നെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ പിശാച് എന്ത് ചെയ്യും? ഇരുൾ പിടിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള നിരാശയുടെ ചിന്തകൾ, ഹല്ലേലൂയ, പലപ്പോഴും, ഹല്ലേലൂയ, നമ്മളൊക്കെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മള് ഒത്തിരി നാളായില്ലേ ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങിയിട്ട്, ഹല്ലേലൂയ, ഒത്തിരി നാൾ കൊണ്ട് ദൈവവേലയൊക്കെ ചെയ്യുമല്ലേ, ഹല്ലേലൂയ, എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും എടുത്തു പറയാനുള്ള വലിയ സ്ഥാനങ്ങളോ മാനങ്ങളോ അല്ലെങ്കിൽ എടുത്തു പറയുവാനുള്ള ഒന്നും ചൂണ്ടിക്കാണിക്കുവാനുള്ള വലിയ കാര്യങ്ങളൊന്നും ഒരു പക്ഷേങ്കിൽ കണ്ടുവന്ന് വരില്ല. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വാഭാവികമായും മനുഷ്യന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ ഉള്ളിൽ നിരാശകൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഞാൻ 2 ദിവസം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത്, ഹല്ലേലൂയ, എന്റെ കൂടെ പഠിച്ച ഒത്തിരി പേരെ കണ്ടില്ല. എന്നാൽ അവരുടെ വീടുകളും, ഹല്ലേലൂയ, അവരുടെ സാഹചര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ തന്നെ പിശാച് എന്റെ ഉള്ളിൽ ഒരു ചെറിയ നിരാശയും കൊണ്ടുവന്നു ഇടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. കാരണം, ഹല്ലേലൂയ, എന്റെ കൂടെ പഠിച്ചിട്ടുള്ള, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ഒത്തിരി പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, എന്റെ സുഹൃത്തുക്കളായിരിക്കും, ഹല്ലേലൂയ, അവരൊക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ഉന്നതമായ ജോലിയും നല്ല ജീവിത നിലവാരത്തില് വീടുകളൊക്കെ ആണെങ്കിൽ നല്ല മണിമാളികളൊക്കെ വെച്ച് നിങ്ങൾക്കറിയാമല്ലോ, പൊതുവെ നാട്ടിലോട്ടുള്ള രീതികൾ അറിയാമല്ലോ, ഹല്ലേലൂയ, അങ്ങനെ വലിയ ഉന്നതമായ നിലകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലയ, അവർക്കൊക്കെ നമ്മളോട് വലിയ സ്നേഹമാണ്, നമ്മൾ വിളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. വേറെ 2 പേരെ പരിചയപ്പെട്ടത്, ഒരാള് 2 പേര് ഓർത്തഡോക്സിലെ അച്ഛന്മാരാണ്. ഹല്ലേലൂയ. അവര് നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ ജീവിതത്തിന്റെ ഈ ഭൂമിയിലെ നിലവാരം വെച്ച് നോക്കിയാൽ ഭയങ്കര ഹൈ പൊസിഷനിലാണ് അവരിയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകള്, ഹല്ലേലൂയ, കയറി വരുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവേ, ഹല്ലേലൂയ, നമ്മളുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ നമ്മളെക്കാട്ടിൽ ജീവിത നിലവാരത്തിൽ താഴെ ഉണ്ടായിരുന്നവരൊക്കെ എത്രയോ ഉന്നതമായ നിലകളിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ അത്രത്തോളം ഒന്നും ആയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ, എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഹല്ലേലൂയ. എനിക്ക് പെട്ടെന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന വേദഭാഗമായത്, ഹല്ലേലൂയ, നമ്മളെ വളർത്തുകയും നമ്മളെ ഉയർത്തുകയും ചെയ്തത് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ടല്ല ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്, ഹല്ലേലൂയ, ഉയർത്തുന്നത്. ഹല്ലേലൂയ. അതല്ല മാനദണ്ഡം. ഹല്ലേലൂയ. ഭൗതികമായ അനുഗ്രഹങ്ങളോ നന്മകളോ അല്ല മാനദണ്ഡമെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് ആ നിരാശ എന്നെ പിടിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, ദാവീദിന്റെ ജീവിതത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ഹല്ലേലൂയ. എല്ലാവരും എന്ത് ചെയ്തു? മറന്നുപോയി, അല്ലേ? പിതാവ് പോലും മറന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ മറക്കാത്ത ഒരുവരുണ്ടായിരുന്നു, അവനാണ് കർത്താവ്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവനെ, ഹല്ലേലൂയ, കണ്ടുകിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഹല്ലേലൂയ. അവനെ തന്നെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തത് കൊണ്ട് അവൻ ഉന്നതങ്ങളിൽ എത്തിയോ? ഇല്ല. ഹല്ലേലൂയ. അതിന്റെ ശേഷവും ജീവിതത്തിൽ പ്രതിസന്ധിയോട് പ്രതിസന്ധി. ഹല്ലേലൂയ. അവൻ പിന്നെയും എന്ത് ചെയ്യുകയാണ്? ഓട്ടപ്പാച്ചിലാണ്. ഹല്ലേലൂയ. പിന്നെയും ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ
പ്രാണരക്ഷാർത്ഥം എന്ത് ചെയ്യുക, ഓടേണ്ടുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം തക്ക സമയത്ത് അവനെ സിംഹാസനത്തിൽ എന്ത് ചെയ്തു, ഇരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേലിലെ ഏറ്റവും പ്രഗത്ഭനായ നല്ല രാജാവായ ദൈവം അവനെ എന്ത് ചെയ്തു, ഇരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാനുള്ള കൃപയും ദൈവം അവന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ആമേൻ, അപ്പൻ വിചാരിച്ചു പ്രഗത്ഭന്മാര് ദാവീദിന്റെ ചേട്ടന്മാരായിരിക്കും. ഹല്ലേലൂയ. ആമേൻ, കഴിവുള്ളവർ ദാവീദിന്റെ ചേട്ടന്മാരായിരിക്കും. ഹല്ലേലൂയ. അവരൊക്കെ ആയിരിക്കും ഹല്ലേലൂയ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാരായി വരുന്നത് എന്നാണ് ഹല്ലേലൂയ വീട്ടിലുള്ളവർ പോലും ചിന്തിച്ചത്. എന്നാൽ ദൈവത്തിന്റെ ചിന്ത വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ ഭാവിയെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ ശുശ്രൂഷയെ ഓർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ ഓർത്ത്, ഹല്ലേലൂയ, ഏതെങ്കിലും കാര്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്നെ വളർത്തുകയോ നിന്നെ ഉയർത്തുകയോ നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നത് കർത്താവാണ്. അതിൽ നിനക്കൊരു റോളുമില്ല. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, നീ ദൈവസന്നിധിയിൽ താഴ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, കൊരിന്ത്യയിൽ ഇങ്ങനെ ഒരു പക്ഷം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, വേണ്ടുന്ന വണ്ണം ഒരു വളർച്ച എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. കാരണം അതൊരു വ്യവസായിക ആമേൻ മേഖലയായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവിടെ വരുന്നവരൊക്കെ എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഹല്ലേലൂയ. കുറച്ച് പേര് നിൽക്കി, കുറെ നാൾ നിൽക്കി, കുറെ ആൾക്കാർ പോകും. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊരിന്ത്യയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ആമേൻ ഈ വാക്ക് ഈ ഒരു വരാനുള്ള കാരണം ഞാനൊരു ബുക്കുകൾ ഇങ്ങനെ റെഫർ ചെയ്തപ്പോൾ കണ്ടത്. ഹല്ലേലൂയ. ഇങ്ങനെ വരാനുള്ള കാരണം ഹല്ലേലൂയ പ്രതീക്ഷിച്ച ഒരു വളർച്ച എന്ത് ചെയ്യുന്നില്ല, സഭയ്ക്ക് ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചിന്തകൾ കയറി വരുവാനായിട്ട് ഇടയായിട്ടില്ല. അതിന്റെ നടുവിലാണ് ആമേൻ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? നടുക, നനയ്ക്കുക, അതിനെ വളർത്തുകയും അതിനെ ഉയർത്തുകയും ചെയ്യുന്നത് ആരാണ്? കർത്താവാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തെ അവർ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ മുമ്പാകെ ആമേൻ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് മുൻകാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, വളരുവാനാക്കുന്ന ദൈവമാണ് ആമേൻ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ഏത് നിലകളിലും ഉയർത്തുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഇന്ന് മുൻകാലം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 57 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആമേൻ മറ്റൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. ദൈവം ഉയർത്തിയ ഒരു വ്യക്തി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ ആമേൻ 57 വാക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് ആ വാക്യം ഒന്നും കൂടി ഒന്ന് വായിക്കാമോ? ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നപ്പോൾ സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. കൂടെ വന്നത് ആരാന്നറിയാമോ? തന്റെ സഹോദരന്മാരും തന്റെ പിതാവും. ഇവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ. യോസേഫിന്റെ അടുക്കലേക്ക് എന്തിനാ വരുന്നത്? ഹല്ലേലൂയ, ധാന്യം മേടിക്കുവാൻ. ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഈ ആമേൻ ഹല്ലേലൂയ എന്താ പറയുക, ക്ഷാമകാലത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സകല ദേശക്കാരും എവിടെയാ വരുന്നത്? യോസേഫിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ഈ യോസേഫ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും കൈവിടപ്പെട്ട, ഹല്ലേലൂയ എല്ലാവരാലും ഉപേക്ഷിച്ച, സ്വന്തം സഹോദരന്മാർ തള്ളിക്കളഞ്ഞ, ആമേൻ പൊട്ടക്കടത്തിൽ ഇട്ട് കളഞ്ഞ, ഹല്ലേലൂയ ആമേൻ വിദ്യാനർക്ക് വിറ്റ് കളഞ്ഞ, ഹല്ലേലൂയ ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു ആര്? യോസേഫ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെയും പ്രതിസന്ധി. ഹല്ലേലൂയ. അവിടെ നിന്ന് കാരാഗൃഹത്തിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെയും പ്രതിസന്ധി. ഹല്ലേലൂയ. എവിടെ ചെന്നാലും അവിടെ എല്ലാം തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാത്രമേ തന്റെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ? അഭിമുഖീകരിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിലാണ് എങ്കിൽ ഹല്ലേലൂയ നമ്മൾ പറയും ഹല്ലേലൂയ ഇത്രയും കഷ്ടകാലം പിടിച്ച ഒരു മനുഷ്യൻ ലോകത്തിലില്ല എന്ന് പറയും.
ഹല്ലേലൂയ, അല്ലേ? ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. എവിടെ പോയാലും എന്ത് ചെയ്താലും എല്ലാത്തിലും പ്രശ്നം. ഹല്ലേലൂയ. ആമേൻ. സഹോദരന്മാരുടെ ചെന്നാൽ സഹോദരന്മാർക്ക് വേണ്ട. ഹല്ലേലൂയ. ആമേൻ. ആരാലും ഹല്ലേലൂയ ഒരു നല്ല വാക്ക് കേൾക്കുവാൻ ഇല്ലാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള യോസേഫിന്റെ മുമ്പിലാണ് ഇന്ന് ആര് നിൽക്കുന്നത്? ആമേൻ. സകല മനുഷ്യരും ധാന്യം മേടിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? കടന്നു വന്ന് നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, എല്ലാവരും കൈവിട്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്ത് ചെയ്തില്ല? അവനെ കൈവിട്ടില്ല. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. വളരുമാറാക്കുന്നവൻ ആരാ? ദൈവമാ. ഹല്ലേലൂയ. ഒരു പക്ഷേങ്കിൽ ഹല്ലേലൂയ ഇപ്പോൾ ഇച്ചിരി തളർച്ചയായിരിക്കാം, ഇപ്പോൾ ക്ഷീണമായിരിക്കാം, ഇപ്പോൾ കുറച്ച് ഇല്ലായ്മയായിരിക്കാം, ഇപ്പോൾ ചില കഷ്ടതയായിരിക്കാം, ചില പൊട്ടക്കിണറിന്റെ അനുഭവമായിരിക്കാം. അതല്ല എങ്കിൽ ഹല്ലേലൂയ ആമേൻ ആരാലും കൈവിടപ്പെട്ടു പോകുന്ന ഹല്ലേലൂയ ഒരു ജീവിത അനുഭവമായിരിക്കാം ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ നിന്റെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തയോടെ നിന്നാൽ, ഹല്ലേലൂയ, യോസേഫിന്റെ പ്രത്യേകത, ഹല്ലേലൂയ, അവൻ ഒരിക്കലും ദൈവസന്നിധി വിട്ട് എന്ത് ചെയ്തില്ല? പിന്മാറിയില്ല. ഹല്ലേലൂയ. പൊട്ടക്കിണറിന്റെ അനുഭവം വന്നപ്പോൾ ഹല്ലേലൂയ അവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ പൊത്തിപ്പേരുടെ ഭവനത്തിൽ കടന്നു എന്ന് ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അവിടെയും പാപം ചെയ്യാതെ ദൈവത്തോട് വിശ്വസ്തത എന്ത് ചെയ്തു? പുലർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ അവൻ ദൈവത്തെ എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. ദൈവ വഴിവിട്ട് എന്ത് ചെയ്തില്ല? ആമേൻ. ഹല്ലേലൂയ. പിന്മാറിപ്പോയില്ല. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ ദൈവ വഴികളിൽ നടന്ന് ദൈവ ഇഷ്ടം ചെയ്താൽ ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലത്തെയോ നിനക്ക് അനുകൂലമാക്കി തരുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാ, ഒരു കാലത്ത് ഒന്നിനും ഒരു നിവൃത്തിയുമില്ലായിരുന്ന ഒരു മനുഷ്യന്റെ മുമ്പാകെ ഇന്ന് ലോകം മുഴുവൻ വന്ന് കൈനീട്ടി നിൽക്കുക. എന്തിനു വേണ്ടിയാ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. ഒരു നാളിൽ ഹല്ലേലൂയ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ട അവന്റെ സഹോദരന്മാർ അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. എന്തിനു വേണ്ടി? ആഹാരത്തിന് വേണ്ടി. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവനെ വളർത്തിയതും അവനെ ഉയർത്തിയതും ഈ പറയുന്ന ആരുമല്ല, ഉന്നതങ്ങളിൽ അധിവസിക്കുന്ന ആമേൻ സകല ചരാചരങ്ങളുടെ ഉടയവനായ ആമേൻ കർത്താവാണ് അവനെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ അവന്റെ ഉയർച്ചയിൽ ഹല്ലേലൂയ മനുഷ്യർക്ക് എന്തില്ല? ഹല്ലേലൂയ യാതൊരു പ്രസക്തിയുമില്ല. ഹല്ലേലൂയ ആമേൻ. മനുഷ്യർക്ക് ആർക്കും എന്തില്ല? യാതൊരു പ്രസക്തിയുമില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരു മനുഷ്യൻ നിന്നെ ഉയർത്തിയാൽ അതിനൊരു പരിധിയുണ്ട്. ഹല്ലേലൂയ. ഒരു പരിധിയിൽ കൂടുതൽ ആരും നിന്നെ എന്ത് ചെയ്യുകയില്ല? ഉയർത്തുകയില്ല. അതുകൊണ്ട് ഹല്ലേലൂയ അവരെനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ, അവരെനിക്ക് വേണ്ടി ഇടപെട്ടില്ലല്ലോ, അവർക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാമായിരുന്നു എന്നുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. ഹല്ലേലൂയ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ ഉയർത്തുവാന്, നിന്നെ സഹായിപ്പാന് ഒരു കരം നിനക്ക് അരികിലുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ കരമാ. ഹല്ലേലൂയ. ആ കരമാണ് നിന്നെ ഉയർത്തുന്നതെങ്കിൽ ഒരു മനുഷ്യനോ അതിനെ തടുക്കുവാനോ അതിനെ തളർത്തുവാനോ കഴിയുകയില്ല. ദൈവമാണ് നിന്നെ ഉയർത്തുന്നതെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, എന്തെങ്കിലും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അല്പമായ താഴ്ചയുടെ അനുഭവമാണ് നിനക്കുള്ളതെങ്കിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്ക്. ഒരു നാളിൽ അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അവൻ നിനക്ക് ഹല്ലേലൂയ ഒരു മേശ ഒരുക്കി ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഹല്ലേലൂയ ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. ഈ ദൈവം ഹല്ലേലൂയ നമ്മുടെ ഉന്നതങ്ങളിൽ എന്ത് ചെയ്യും? നടത്തുമാറാക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആമേൻ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രകാരമാക്കി വായിക്കുന്നത് ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഉന്നതങ്ങളുടെ മേൽ എന്നെ എന്ത് ചെയ്യും?
നടക്കുമാറാക്കും. ഹല്ലേലൂയ. അതിന്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ വാക്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അതിന്റെ മുകളിലേക്കൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ മുന്തിരി അതിന്റെ അനുഭവം എന്ത് ചെയ്യില്ല, നൽകുകയില്ല. ആമേൻ ഗോശാലയിൽ എന്തുണ്ടാകുകയില്ല, കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. എല്ലായിടത്തും എന്താണ് പ്രതിസന്ധിയാണ്. ഹല്ലേലൂയ. എല്ലായിടത്തും ഹല്ലേലൂയ പ്രതികൂലമാണ്. ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് താൻ പറയുന്നത് ഹല്ലേലൂയ ഇതൊക്കെയാണ് എങ്കിലും എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വായിച്ചിട്ട് ഹല്ലേലൂയ എങ്കിലും ഞാൻ എന്ത് ചെയ്യും, യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. ആ ഹല്ലേലൂയ. ഉന്നതികളിന്മേൽ അവൻ എന്നെ എന്ത് ചെയ്യും, നടത്തുമാറാക്കും. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ അവനെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ ആമേൻ ജീവിതം മുഴുവൻ കഷ്ടവും ജീവിതം മുഴുവൻ പ്രതിസന്ധിയും പ്രതികൂലം ഒക്കെ ആണെങ്കിലും ഹല്ലേലൂയ ഒരു ദൈവഭക്തന് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ആമേൻ വിശ്വാസത്തിന്റെ വാക്കുകളാണ്. എങ്കിലും യഹോവ എന്നെ എന്ത് ചെയ്യും, ഉന്നതങ്ങളുടെ മേൽ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. എന്റെ കാലിനെ അവൻ എന്ത് ചെയ്യും, ഹല്ലേലൂയ പേടമാനിന് തുല്യമാക്കും. ഹല്ലേലൂയ. ആമേൻ മുകളിൽ വായിക്കുന്നത് ആമേൻ മുന്തിരികൾ അതിന്റെ അനുഭവങ്ങൾ, മുന്തിരിവള്ളികൾ അതിന്റെ അനുഭവങ്ങൾ നൽകുകയില്ല, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയത്തക്ക അനുഗ്രഹങ്ങളോ നന്മകളോ ഒന്നുമില്ല എങ്കിലും ഹല്ലേലൂയ ദൈവം എന്റെ ആനന്ദമാണ്. ഹല്ലേലൂയ. ആമേൻ കർത്താവാണ് എന്നെ എന്ത് ചെയ്യുന്നത്, രസിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് എനിക്ക് ആമേൻ സഹായമായി എന്നോട് കൂടെ വരുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പ് എല്ലായ്പ്പോഴും ദൈവഭക്തന്റെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും എന്ത് ചെയ്യും, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉന്നതങ്ങളിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതുപോലെ കാലം ഹല്ലേലൂയ ആമേൻ വളരെ സന്തോഷത്തോടെ വളരെ ആമേൻ ഉല്ലാസത്തോടെ നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ, എൻ്റെ ദൈവം എന്നെ ഉന്നതങ്ങളിൽ എന്ത് ചെയ്യും, ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ ആമേൻ സംഖ്യാപുസ്തകത്തിൽ ഇതിനോട് ചേർന്ന് ഒന്ന് ചിന്തിച്ചു. ആ സംഖ്യാപുസ്തകം അതിന്റെ ആമേൻ 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 11-ന്റെ 31-ാം വാക്യം. ആ നിലത്തോടെ ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാളയെ പിടിച്ചു കൂട്ടി. മതി. ഹല്ലേലൂയ. ഇത് നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ആമേൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ഇവര് നമ്മളെ പോലെ ഇച്ചിരി പിറുപിറുപ്പൊക്കെ ഉള്ളവരാണ്. ഹല്ലേലൂയ. കാരണം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ഹല്ലേലൂയ ചെറിയ പിറുപിറുപ്പും ചെറിയ ആമേൻ പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ അവർ പറയുന്നു ഹല്ലേലൂയ ഞങ്ങൾക്ക് എല്ലാ ദിവസവും മന്ന കിട്ടുന്നുണ്ട്, അല്ലേ, മന്ന കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇറച്ചി എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കാണെങ്കിൽ മിസ്രയീമിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഹല്ലേലൂയ അവിടെ ഞങ്ങൾക്ക് അതിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കാമോ? അവിടെ ഞങ്ങൾക്ക് ഹല്ലേലൂയ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ. ആ ആ 11-ന്റെ ആദ്യ ഭാഗം. വെള്ളരിക്ക ഇപ്പോഴും ഞങ്ങളുടെ പ്രാണൻ എന്ത് ചെയ്തിരിക്കുക, ഈ മഞ്ഞയല്ലാതെ ഞങ്ങൾക്കൊന്നും കാണുവാനില്ല. ഹല്ലേലൂയ. സ്വർഗീയ ഭോജനം അവർക്ക് ഇപ്പൊ എന്തായി മാറി, ആമേൻ അത്ര രുചികരമല്ലാതെ തോന്നുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇങ്ങനെ അവര് ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ എന്ത് ചെയ്യുകയാണ്, ദൈവസന്നിധിയിൽ മോശയ്ക്ക് വിരോധമായിട്ട് ഇവരിങ്ങനെ പെറുപെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പെറുപെറുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആമേൻ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ദൈവം അവർക്ക് എന്ത് ചെയ്യുകയാണ്, കാടപ്പക്ഷിയെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള കാരണം ഈ കാടപ്പക്ഷി ഒരിക്കലും മനുഷ്യനോട്
ഇണങ്ങി നിൽക്കുന്ന ഒരു പക്ഷി അല്ല എന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇത് വേഗം തന്നെ എന്ത് ചെയ്യുന്നതാ, പറന്നു പോകും. അതിനെ പിടിക്കുക എന്ന് പറയും നമ്മുടെ ഇവിടെ കൂട്ടി വളർത്തുന്ന കാളയല്ല. ഹല്ലേലൂയ. ഇത് വ്യത്യസ്തമായ യഹൂദയിൽ അവിടെയുള്ള ഈ പക്ഷി എന്ന് പറയുന്നത് വ്യത്യസ്തമായ പക്ഷി. നമ്മൾ ഇവിടെ 50 രൂപയ്ക്ക് മേടിക്കുന്ന കാട കുഞ്ഞുങ്ങളല്ല, അതല്ല വ്യത്യാസമായിട്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെ ഇത് മനുഷ്യരുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെ ഇണങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഇതിനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ഒരു കാറ്റടിപ്പിച്ചതിന് ശേഷം ഇവർക്ക് പിടിക്കത്തക്ക നിലയിൽ, അല്ലെങ്കിൽ ഇവർക്ക് എടുക്കത്തക്ക നിലയിൽ അതിനെ എന്ത് ചെയ്യുകയാണ്, നിർത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാറ്റടിപ്പിച്ചതിന് ശേഷം ദൈവം അതിനെ എല്ലാം എന്ത് ചെയ്യുന്നു, അങ്ങനെ അവരുടെ പാളയത്തിന്റെ അവിടെ ഇങ്ങനെ 2 അടി ഉയരത്തിൽ ഇങ്ങനെ നിർത്തി കൊടുത്തിരിക്കുക. അപ്പൊ ഇവർക്ക് ചെന്നിട്ട് എന്ത് ചെയ്താൽ മതി, വെറുതെ ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. ഹല്ലേലൂയ. ഒരു ദിവസം മുഴുവൻ ഇവരെന്ത് ചെയ്തെന്ന് പറയുന്നത്, ഇതിനെ പിടിച്ചു. ഇതിനു മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ അവിടെ ഇറച്ചിക്കലത്തിന്റെ നടുവിൽ കടന്നുകൊണ്ടിരുന്നവരാണ് എന്നാണ് ഇവര് പറഞ്ഞ് പെറുപെറുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പെറുപെറുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. തന്മുഖാന്തരമായിട്ട് ദൈവം ചെയ്ത നന്മകളെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ മന്നയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പുച്ഛിക്കുന്നത്. ഹല്ലേലൂയ. മന്നയുടെ രുചി 11-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഏറ്റവും മെൽത്തരമായ രുചികരമായ സ്വർഗീയ ഭോജനം ഇപ്പോൾ അവർക്ക് എന്തായിട്ടാണ് തോന്നുന്നത്, മടുപ്പുളവാക്കുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ഈ മടുപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അത് ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, ഹല്ലേലൂയ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, ഹല്ലേലൂയ, പല കാര്യങ്ങൾക്കും എന്തുണ്ട്, മടുപ്പ് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ മടുപ്പ് ഹല്ലേലൂയ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വിരോധമായിട്ട് എന്ത് ചെയ്യും, പെറുപെറുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ മടുപ്പ് ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി എന്ത് ചെയ്യുകയാണ്, പെറുപെറുക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. ഹല്ലേലൂയ. തന്മുഖാന്തരം എന്താ സംഭവിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം ചെയ്ത നന്മകളെ, ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ അതിന്റെ ശ്രേഷ്ഠതയോട് കഴിയുന്നില്ല, കാണുവാനായിട്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. മറ്റു പല കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ മുഖ്യത്വം കൊടുക്കുന്നത്. ഹല്ലേലൂയ. പണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് അവിടെ എന്തുണ്ടായിരുന്നു, നല്ല ചീര ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, ഹല്ലേലൂയ, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാരം പോലും മര്യാദയ്ക്ക് കിട്ടാതെ ഹല്ലേലൂയ പണിയെടുത്ത് ഊപ്പാട് വന്നവരാ പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ എന്തുണ്ടായിരുന്നെന്ന്, ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. മടുപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യുക, അതിനെ വില കുറച്ച് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിനെ വില കുറച്ച് കാണുവാനിടയായിത്തീരും. തന്മുഖാന്തരമായിട്ട് ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യുക, ഹല്ലേലൂയ, അവർക്ക് എത്രയോ ഇറച്ചി ആവശ്യമാണ്. ഹല്ലേലൂയ. എത്ര ആവശ്യമുണ്ടോ അത്രയത്തിനെ ദൈവം എന്ത് ചെയ്തു, അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹല്ലേലൂയ, ഇറങ്ങി വരുമ്പോൾ തന്നെ പറന്ന് വന്ന് പിടിക്കത്തക്ക നിലയിൽ എന്ത് ചെയ്യുക, ഇത് വന്ന് നിൽക്കുക. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യുക, എടുത്തുകൊള്ളുക. ഈ ആവശ്യാനുസരണം എന്ത് ചെയ്യണം, എടുത്തുകൊള്ളണം. ഹല്ലേലൂയ. പറന്ന് മുമ്പിൽ വന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഇവരെല്ലാം സന്തോഷത്തോടെ എന്ത് ചെയ്തു, ഇറങ്ങി പിടിച്ചു. പക്ഷേ അതിനുശേഷം ദൈവത്തിന്റെ കോപം എന്ത് ചെയ്തു, ഇവര് അനുഭവിക്കേണ്ടതായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ദൈവം ചെയ്യുന്ന നന്മകളെ, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഇത് ദൈവം എനിക്ക് തന്നതാ, ഇത് ദൈവത്തിന്റെ ദാനമാ. ഹല്ലേലൂയ. ഇത് ദൈവികമായതാണെന്നുള്ള ബോധ്യം നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. അല്ല അതിന്റെ അപ്പുറത്ത് നിന്റെ പെറുപെറുപ്പാണ് നിന്റെ ജീവിതത്തെങ്കിൽ, ഒരു പക്ഷേങ്കിൽ ഹല്ലേലൂയ ദൈവം നിനക്ക് നൽകിയെന്നിരിക്കും. ഹല്ലേലൂയ. അതിന്റെ നിലകളിൽ അനുഭവിക്കുവാൻ നീ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ. ഇവർക്കെല്ലാം എന്ത് കൊടുത്തു, കാട കൊടുത്തു. ഇവരെല്ലാം എന്ത് ചെയ്തു, തിന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ കോപം ഇവർക്ക്
നേരിടേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, നമ്മളെ വളർത്തുന്നതും ഉയർത്തുന്നതും കർത്താവാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ നടുന്നവനോ നനച്ചവനോ അല്ല, വളരുമാറാക്കുന്നവൻ. ഹല്ലേലൂയ. അത് വളർന്നതല്ല, ഹല്ലേലൂയ, അത് എങ്ങനെയെങ്കിലും വളർന്നു വരുന്നതല്ല, അതിനെ വളരുമാറാക്കുന്നവനാണ് ആര്? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ഭൗതിക ജീവിതത്തെയും നമ്മളെക്കാൾ നന്നായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ അതിനു വേണ്ടിയല്ല, ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവൻ അതിനെ എന്ത് ചെയ്യും? വളർത്തുവാനായിട്ട് ഇടയായി തീരും. ഒന്ന് മാത്രം, നിനക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവസന്നിധി നിൽക്കുവാനുള്ള ആഗ്രഹം, ദൈവസന്നിധി വിട്ട് അകന്നു പോകാതിരിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? വളർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിലും ദാവീദിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവനെ എന്ത് ചെയ്തു? വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അത് ഏറ്റവും മാന്യമായ, ഏറ്റവും ഉന്നതമായ, ഒരു മനുഷ്യനും ഹല്ലേലൂയ ഒരിക്കലും കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയാത്ത അത്ര ഉന്നതിയിൽ ദൈവം എന്ത് ചെയ്തു? അവരെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ചില അനുഗ്രഹങ്ങൾക്കോ ചില നന്മകൾക്കോ ഹല്ലേലൂയ ചില താമസങ്ങൾ ഉണ്ടായാൽ, ചില തടസ്സങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും നീ നിരാശപ്പെട്ടു പോകരുത്. ഒരിക്കലും നീ ഭാരപ്പെടേണ്ട. ഒരിക്കലും ഹല്ലേലൂയ നിന്റെ മുഖം കുനിയേണ്ട, നിന്റെ തല കുനിയേണ്ട. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ചെന്നുകൊണ്ട് എത്തിക്കുവാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ ദൈവം നിന്നെ ഉയർത്തി കൊണ്ടുപോകാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി ഒരു നല്ല അനുഗ്രഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോസേഫിനെ അനുഗ്രഹിക്കുവാൻ ദൈവശക്തനെങ്കിൽ, ദാവീദിനെ ഉയർത്തുവാൻ ദൈവശക്തനെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെയും നിന്നെയും എത്ര അധികമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക, ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുക. ദൈവമാണ് എന്നെ ഉയർത്തുന്നത്, ദൈവമാണ് എന്നെ വളർത്തുന്നത്, ദൈവമാണ് എനിക്ക് വേണ്ടി വഴി തുറക്കുന്നതെന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായ നിലകളിൽ ദൈവം നമ്മെ ഉയർത്തുവാനും വളർത്തുവാനും ഇടയായി തീരും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ.